നമുക്ക് തലവേദനയെക്കുറിച്ച് അറിയാം. ഒട്ടനവധി രോഗങ്ങളുടെ ഒരു ലക്ഷണമാണ് തലവേദന. വളരെ ചെറിയ രോഗങ്ങൾ മുതൽ വളരെ തീവ്രമായ തലച്ചോറിനെ ബാധിക്കുന്ന ട്യൂമർ പോലുള്ള രോഗങ്ങളുടെ വരെ ലക്ഷണമാണ് തലവേദന. തലവേദന ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും തലവേദന അനുഭവിക്കാത്ത ആൾക്കാരില്ല എന്ന് തന്നെ പറയാം. പല കാരണങ്ങൾ കൊണ്ട് തലവേദന സംഭവിക്കുന്നു. അതായത് സാധാരണ ഒരു ജലദോഷപ്പനി വന്നാൽ അതിൻ്റെ ഒരു ലക്ഷണമായി തലവേദന ഉണ്ടാകും. അധിക നേരം നമ്മൾ സ്ട്രെയിൻ ചെയ്ത് കണ്ണിന് സ്ട്രെയിൻ വരുമ്പോൾ തലവേദന ഉണ്ടാകും. അതുപോലെ എന്തെങ്കിലും അണുബാധ ഉള്ളപ്പോൾ തലവേദന ഉണ്ടാകും. തീവ്രമായ അണുബാധയുള്ള പനികളിൽ ഡെങ്കു ഫീവർ, ലെപ്റ്റോസ്പൈറോസിസ്, വൈറൽ ഫീവർ തുടങ്ങിയ വൈറൽ ആൻഡ് ബാക്ടീരിയൽ ഫീവർ അതിലും തലവേദന ഒരു ലക്ഷണമാണ്. അതുപോലെ തലച്ചോറിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന മറ്റാരോഗ്യ പ്രശ്നങ്ങൾക്കും തലവേദന ലക്ഷണമാണ്. പക്ഷാഘാതത്തിൻ്റെ തുടക്കത്തിൽ തലവേദന അനുഭവിക്കാറുണ്ട്. സാധാരണ നമ്മൾ കാണുന്ന തലവേദനയുടെ പ്രധാനമായിട്ടുള്ള ലക്ഷണം എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ, അതായത് നിർജ്ജലീകരണം തലവേദനയുടെ ഒരു പ്രധാന കാരണമാണ്. പ്രധാനമായിട്ടും ഒരു വ്യക്തി നമ്മൾ ജോലിയിൽ വ്യാപൃതരാകുമ്പോഴത്തേനും ഒരു ദിവസം നമ്മൾ എത്രത്തോളമാണോ വെള്ളം കുടിക്കേണ്ടത് അത് പലപ്പോഴും നമ്മൾ തെറ്റി പോകാറുണ്ട്. അതായത് ഒരു 25 കിലോഗ്രാം വെയ്റ്റിന് 1 ലിറ്റർ വെള്ളം എന്ന രീതിയിലാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത്. മറ്റ് രോഗാവസ്ഥയൊന്നും ഇല്ല എങ്കിൽ, ഒരു വൃക്കരോഗിയൊക്കെ ആണെങ്കിൽ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം വെള്ളം കൂടി ക്രമപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ നിർജ്ജലീകരണം ഒഴിവാക്കിയാൽ തന്നെ തലവേദന, സാധാരണ കാണുന്ന തലവേദന ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. തലവേദനയുടെ ചികിത്സയിൽ പ്രധാനമായും ശ്രദ്ധിക്കാനുള്ളത് എന്താണ് കാരണമെന്ന് മനസ്സിലാക്കിയാണ്. സൈനസൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് സ്ഥിരമായുള്ളവർക്ക് തലവേദന സ്ഥിരമായി ഉണ്ടായിരിക്കും. പലപ്പോഴും സംഭവിക്കുന്നത് തലവേദനയോടൊപ്പം തലവേദന കൊണ്ട് നടക്കുന്ന പലരുമാണ്. പല അവസ്ഥകളിലും ഈവൻ തലച്ചോറിനെ ബാധിക്കുന്ന വളർച്ചകളിലൊക്കെ തന്നെയും തലവേദന ചെറുതായി തുടങ്ങുന്ന അവസരങ്ങളിൽ ശ്രദ്ധിക്കാതെ പോവുകയും പിന്നീട് തീവ്രമായി അത് തലവേദന കാരണം മറ്റ് പ്രവൃത്തികളൊന്നും ചെയ്യാൻ പറ്റാതെ വരികയും അതിയായ ഛർദി, അതുപോലെ തന്നെ ബോധക്ഷയമൊക്കെ എത്തുമ്പോൾ മാത്രമാണ് നമ്മൾ പരിശോധനകൾ ചെയ്യുകയും അത് മറ്റ് തീവ്രമായ കാരണമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. ഒരു ദൂരം യാത്ര ചെയ്യുക ജോലിയുടെ ഭാഗമായിട്ടുള്ളവർക്കും തലവേദന ലക്ഷണമായി വരാറുണ്ട്. ഉറക്കവും തലവേദനയുമായിട്ടും വളരെയധികം ബന്ധമുണ്ട്. കൃത്യമായി ാത്തവരിലും പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മൾ ടെക്കീസിനൊക്കെ പറയുകയാണെങ്കിൽ അവരുടെ ജോലി, നമ്മൾ ഏത് കാലാവസ്ഥയിലാണോ ഏത് രാജ്യത്താണോ എവിടെയാണോ ജീവിക്കുന്നത് അതിൻ്റെ സർക്കേഡിയൽ റിതം, എപ്പോഴാണോ സൂര്യൻ ഉദിക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മുടെ ശരീരത്തിനൊരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ഉറക്കം ക്രമപ്പെടുത്തലുണ്ട്. ദിവസം ഒരു 6 മുതൽ ഒരു പ്രായപൂർത്തിയായ ആൾ 6 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങേണ്ടതുണ്ട്. ആ ഉറക്കത്തിൻ്റെ അളവ് കുറയുകയും ഉറക്കത്തിൻ്റെ സ്വഭാവം കുറയും. സ്ലീപ്പ് ഹൈജീനിൽ വരുന്ന വ്യതിയാനവും തലവേദന ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരം, ആയുർവേദത്തിലെ ദഹന വ്യവസ്ഥയും തലവേദനയുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. അതായത് ആയുർവേദത്തിൽ ഒരു 80% രോഗങ്ങളും ആമാശയോദ്ഭവം എന്ന് പറയും. ദഹന വ്യവസ്ഥ കൃത്യമായില്ല എങ്കിൽ രോഗസാധ്യത കൂടുന്നു, രോഗചികിത്സയും വളരെ ബുദ്ധിമുട്ടാകുന്നു. ദഹിക്കാൻ പ്രയാസമുള്ള ആഹാരം കഴിക്കുക, ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ആഹാരം കഴിക്കുന്ന ശീലമുണ്ടാക്കുക, കഴിക്കുമ്പോൾ ദ്രവരൂപത്തിലുള്ള ആഹാരം കുറയുക. ഇത്തരം ശീലമുള്ളവർക്കും തലവേദന സ്ഥിരമായി കാണാറുണ്ട്. തൈറോയിഡ് രോഗം പോലുള്ള കണ്ടീഷൻസിലും തലവേദന ഒരു ലക്ഷണമാണ്. കോൺസ്റ്റിപ്പേഷൻ സ്ഥിരമായുള്ളവർക്ക്, അതായത് ഫൈബർ, നാരടങ്ങിയ ഭക്ഷണം കഴിക്കാതിരിക്കുകയും തൈറോയിഡ് രോഗമുള്ളവർക്ക് സാധാരണ കാണുന്നൊരു ലക്ഷണമാണത്. ഇത്തരം ആൾക്കാരിലും തലവേദന പ്രകടമാകാറുണ്ട്. ചികിത്സിക്കുമ്പോൾ എന്താണ് കാരണം എന്ന് കണ്ട് മനസ്സിലാക്കി ചികിത്സിക്കുക. സൈനസൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിലാണെങ്കിൽ ലക്ഷണങ്ങൾ മനസ്സിലാക്കിയാണ് നമ്മൾ ഏത് തരം തലവേദനയാണെന്ന് മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പോൾ സൈനസൈറ്റിസോ കഫക്കെട്ടോ ഒക്കെ ഉണ്ടാകുന്ന തലവേദനയാണെങ്കിൽ നമ്മൾ തല ഒന്ന് കുനിയുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ തീവ്രമായ വേദന അനുഭവപ്പെടും. അതുപോലെ തന്നെ തല അനക്കുമ്പോൾ വേദന അനുഭവപ്പെടും. ഇത്തരം ആൾക്കാരിൽ നന്നായി സ്വേദനം, അതായത് ആവി പിടിക്കുകയും കഫം ഉറഞ്ഞുന്നതിനുള്ള ഒരു സാധ്യത ഒഴിവാക്കുകയും ചെയ്യുകയും അതിനോടനുബന്ധിച്ച് വേദനയ്ക്ക് വേണ്ടിയിട്ടുള്ള വേദന ലഘൂകരിക്കുന്നതിനുള്ള ചികിത്സ ചെയ്യുകയും ദഹനം കൃത്യമാക്കുന്നതിനുള്ള ചികിത്സ ചെയ്യുമ്പോഴും തലവേദന കുറയുന്നു. തലവേദനയിൽ ഏറ്റവും നമുക്ക് വളരെയധികം പേരെ അലട്ടുന്ന മറ്റൊരു പ്രശ്നമാണ് കൊടിഞ്ഞി അഥവാ മൈഗ്രെയിൻ എന്ന് പറയുന്നത്. മൈഗ്രെയിൻ എന്ന് പറയുന്നത് യഥാർത്ഥമായിട്ടൊരു കാരണം ഒരു കൃത്യമായി പറയുക പ്രയാസമാണെങ്കിലും പലതരം കാരണങ്ങൾ മൈഗ്രെയിനെ ട്രിഗർ ചെയ്യാറുണ്ട്.
അപ്പം അത്തരം കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് ഒഴിവാക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നൊരു തെറ്റിദ്ധാരണയാണ്, പലപ്പോഴും ഒ പിയിൽ എത്താറുണ്ട്, ഡോക്ടർ സ്ഥിരമായി തലവേദനയുണ്ട്, തലയ്ക്ക് തേക്കാൻ എണ്ണ വേണമെന്ന്. തലവേദനയുടെ ഒരു ഔഷധമല്ല തലയ്ക്കെണ്ണ. തലയ്ക്കെണ്ണ തേക്കുന്നത് പല അവസ്ഥകളിലും തലവേദന കൂടാനും തന്നെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തലവേദനയ്ക്ക് ഇന്ന എണ്ണ തേച്ചാൽ തലവേദന മാറും എന്നല്ല. ഏത് രോഗാവസ്ഥയാണോ, എന്തുകൊണ്ടാണോ തലവേദന ഉണ്ടായത് അതിനനുസരിച്ചായിരിക്കും അതിനുള്ള ചികിത്സ വേണ്ടത്. അതുപോലെ തന്നെ തലയിൽ എണ്ണ തേച്ചിട്ട് വെയിൽ കൊള്ളുകയും മഴ കൊള്ളുകയും ഒക്കെ ചെയ്യുന്നത് തലവേദന കൂടാനും സാധ്യതയുണ്ട്. ഇങ്ങനെ തലവേദനയുടെ കാരണം മനസ്സിലാക്കി ആ കാരണം ഒഴിവാക്കുകയും എന്തുകൊണ്ടാണ് തലവേദന വന്നത് എന്ന് മനസ്സിലാക്കി ഒരു ലക്ഷണമാണ് എന്നുള്ളത് തന്നെ മനസ്സിലാക്കി അണ്ടർലൈനിങ് റീസൺ, ഡിസീസിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് തലവേദന മാനേജ് ചെയ്യുന്നതിനുള്ള ഉപാധി. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.